വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തന്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി. ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യൻ എന്ന് അവിടുന്ന് അവരെ പേര് വിളിച്ചു. 130 വയസ്സായപ്പോൾ ആദം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനെ ജനിപ്പിച്ച ശേഷം ആദത്തിന്റെ ആയുസ് 800 വർഷമായിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദത്തിന്റെ ആകെ ജീവിതായുസ് 930 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 105 വയസ്സായപ്പോൾ സേത്ത് എനോഷിനെ ജനിപ്പിച്ചു. എനോഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. സേത്തിന്റെ ആകെ ജീവിതായുസ് 912 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 90 വയസ്സായപ്പോൾ എനോഷ് കെയ്നാനെ ജനിപ്പിച്ചു. കെയ്നാനെ ജനിപ്പിച്ച ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എനോഷിന്റെ ആകെ ജീവിതായുസ് 905 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 70 വയസ്സായപ്പോൾ കെയ്നാൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കെയ്നാന്റെ ആകെ ജീവിതായുസ് 910 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ മഹലലേൽ യാരെദിനെ ജനിപ്പിച്ചു. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിന്റെ ആകെ ജീവിതായുസ് 895 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 162 വയസ്സായപ്പോൾ യാരെദ് ഹെനോക്കിനെ ജനിപ്പിച്ചു. ഹെനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരെദ് 800 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരെദിന്റെ ആകെ ജീവിതായുസ് 962 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ ഹെനോക്ക് മെത്തുശലഹിനെ ജനിപ്പിച്ചു. മെത്തുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹെനോക്ക് 300 വർഷം ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹെനോക്കിന്റെ ആകെ ജീവിതായുസ് 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. പിന്നെ അവൻ കാണപ്പെട്ടില്ല, കാരണം ദൈവം അവനെ എടുത്തിരുന്നു. 187 വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തുശലേഹ് 782 വർഷം ജീവിച്ചു. 187 വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തുശലേഹ് 782 വർഷം ജീവിച്ചു. മെത്തുശലേഹ് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെത്തുശലഹിന്റെ ആകെ ജീവിതായുസ് 969 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 182 വയസ്സായപ്പോൾ ലാമെക്ക് ഒരു പുത്രനെ ജനിപ്പിച്ചു. കർത്താവ് ശപിച്ച മണ്ണു മൂലമുള്ള നമ്മുടെ അധ്വാനത്തിൽ നിന്നും കൈകളുടെ ക്ലേശത്തിൽ നിന്നും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമെക്ക് 595 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമെക്കിന്റെ ആകെ ജീവിതായുസ് 777 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സ് തികഞ്ഞു. നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. 5-ാം സങ്കീർത്തനം. കർത്താവേ, എന്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പ് മനസ്സിലാക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായവനെ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രദ്ധിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങ് എന്റെ സ്വരം കേൾക്കുന്നു. പ്രഭാതത്തിൽ അങ്ങേയ്ക്കായി ഒരുക്കം നടത്തി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമേയല്ല.
നീചൻ അങ്ങയുടെ അതിഥിയാവുകയുമില്ല. ധിക്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിലയുറപ്പിക്കില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെയെല്ലാം അങ്ങ് വെറുക്കുന്നു. വ്യാജം സംസാരിക്കുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തപാതകവും വഞ്ചനയുമുള്ളവനെ കർത്താവ് വർജിക്കുന്നു. ഞാനാകട്ടെ അങ്ങയുടെ കാരുണ്യാദ്രേകത്താൽ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കും. അങ്ങയോടുള്ള ഭയത്തോടെ ഞാൻ അങ്ങേ വിശുദ്ധാലയത്തിന് നേരെ പ്രണമിക്കും. കർത്താവെ, എനിക്ക് വേണ്ടി പതിയിരിക്കുന്നവർ നിമിത്തം അങ്ങയുടെ നീതിയിൽ എന്നെ നയിക്കണമേ. എന്റെ മുമ്പിൽ അങ്ങയുടെ വഴി നിരപ്പാക്കണമേ. അവരുടെ അധരങ്ങളിലാകട്ടെ ആർജവമില്ല. അവരുടെ ഉള്ള് നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവ് മുഖസ്തുതി പറയുന്നു. ദൈവമേ, അവരെ കുറ്റക്കാരായി വിധിക്കണമേ. തങ്ങളുടെ പദ്ധതികൾ മൂലം അവർ നിബദിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. എന്തെന്നാൽ അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവരെല്ലാം സന്തോഷിക്കട്ടെ. അവർ നിത്യം ആനന്ദിച്ചാർപ്പ് വിളിക്കട്ടെ. അവരുടെ മേൽ അങ്ങ് കവചമൊരുക്കണമേ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവർ അങ്ങിൽ ആഹ്ലാദിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, നീതിമാനെ അങ്ങ് അനുഗ്രഹിക്കുന്നു. വൻ പരിച പോലെ പ്രസാദത്താൽ അങ്ങ് അവനെ വലയം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, ദീപപീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചമേകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിയമത്തെയോ പ്രവാചകരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും സംഭവിക്കുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കാരണം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് വിധേയനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിനും വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കും വിധേയനാകും. അതിനാൽ നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ച ശേഷം
പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ചു തന്നെ വേഗം സൗഹൃദത്തിലാകുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, കാരണം അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും ആണയിടരുത്, കാരണം അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, കാരണം അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, കാരണം അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് തിന്മയിൽ നിന്ന് വരുന്നു. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുത്തേക്കുക. 1 മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ പോകുക. യാചിക്കുന്നവന് കൊടുക്കുക. നിന്നോട് കടം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതിയർ പോലും അത് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.